കൊല്ലം പുത്തൂരിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞെത്തിയ വീട്ടമ്മയെയും 3 വയസ്സുകാരിയെയും തെരുവുനായ ആക്രമിച്ചു. കുട്ടിയെ എടുത്തുയർത്തിയതോടെ 59-കാരിയായ വസന്തയുടെ കാലിൽ നായ കടിക്കുകയായിരുന്നു. പുത്തൂർ കരിമ്പിൻപുഴ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. വസന്തയും ചെറുമകൾ ആധ്യാത്മികയും ആയിരവല്ലി ശിവക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് തെരുവുനായ ആക്രമിച്ചത്. ആക്രമിക്കാൻ തുടങ്ങിയതോടെ വസന്ത കുട്ടിയെ എടുത്തുയർത്തി. തുടർന്ന് തെരുവുനായ വസന്തയുടെ വലതുകാലിൽ കടിക്കുകയായിരുന്നു. കുടവച്ച് നായയെ പ്രതിരോധിച്ചതായും വസന്ത പറയുന്നു. കുഞ്ഞിന്റെ പാവാടയിൽ പിടിച്ചു കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ പട്ടിയ. അവിടുന്ന് ഞാൻ കുഞ്ഞിനെ അണച്ചിഞ്ഞ് പിടിച്ചപ്പോഴത്തേന് പട്ടി വന്ന് എൻ്റെ കാല് പിടിച്ചു കഴിഞ്ഞ് എൻ്റെ ഒരു കുടയിരുന്നു. അപ്പോൾ ഒരു കയ്യിൽ ഈ കുഞ്ഞ്, ഒരു കയ്യിൽ കുട ഇങ്ങനെ എടുത്ത് അടിച്ചപ്പോഴത്തേനും പട്ടി എന്താ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. ഈ കുടയിലങ്ങ് വലിക്കുമോ, ഞാനും ഇങ്ങനെ അങ്ങോട്ട് കവന്ന പട്ടി ഇങ്ങനെ മോന്തയ്ക്ക് കടിക്കുമോ എന്നുള്ളൊരു ഇതിൽ വന്നു കഴിഞ്ഞ് കുഞ്ഞിനെ പിടിച്ച് മാറ്റി ഞാൻ പട്ടി പിടിക്കുന്ന കണ്ടുകൊണ്ട് അപ്പുറത്തെ ആ പയ്യൻ ഓടി വന്ന് ഭയങ്കരമായിട്ട് അങ്ങ് വിളിച്ചു പോയി. കുഞ്ഞിനെ രക്ഷിക്കണ്ടേ, അങ്ങനെ വിളിച്ചു പോയി ഉടനെ പട്ടി ആ പയ്യൻ ഓടി വന്ന് അടിച്ചു മാറ്റിയത്. നാട്ടുകാരാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വസന്തയ്ക്ക് അലർജി ഉണ്ടായിരുന്നതിനാൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. താലൂക്ക് ആശുപത്രിയിൽ പ്രതിരോധ മരുന്നുകളില്ലെന്നും പ്രദേശത്ത് ABC പ്രവർത്തനം നടപ്പിലായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഈ 4 ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ കൈക്കൊണ്ടായ ആ ചൊറിച്ചിലേതോ അലർജി ആകാനാണ് സാധ്യത. അതിന് മെഡിസിൻ്റെ അലർജി ഉണ്ടെങ്കിൽ അതിന് പ്രതികരിക്കുന്നതിനുള്ള മരുന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇല്ലായിരുന്നു. അത് MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി നാളെ. അങ്ങനെ പട്ടിയടിയേറ്റോ അല്ലെങ്കിൽ മറ്റു വിഷാംശമൊക്കെ ആയിട്ട് അവിടെ ചെല്ലുന്നവർക്ക് എന്തെങ്കിലും ഒരു അലർജി പോലെ ഉണ്ടായാൽ അതിന് പ്രതിമരുന്ന് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഇല്ല. അതെ, അവർ റെഫർ ചെയ്ത് വിടുക. അത് അത്യാവശ്യം വേണ്ടുന്നതല്ലേ. ഞാൻ നേരത്തെ കൊട്ടാരക്കര താലൂക്ക് വികസന സമിതിയിലെ അംഗമായിരുന്നു. ഇപ്പം ഞാൻ ഇല്ല. പക്ഷെ അത് എന്തുപോലെ അവരെ ശ്രദ്ധയിൽപ്പെടുത്തും, അതിനാവശ്യമായ നടപടികൾ സ്വീകരിപ്പിക്കും MLAയും കൊണ്ട്. ഇരുവരെയും ആക്രമിച്ച് തെരുവുനായ പ്രദേശത്ത് പരിഭ്രാന്തി പരത്തുകയും നിരവധി വളർത്തുമൃഗങ്ങളെ കടിക്കുകയും ചെയ്തു. തെരുവുനായ ശല്യത്തിൽ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. News 18 കൊട്ടാരക്കര.